നമസ്കാരം. ഞാൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, പെയിൻ ഇൻ്റർവെൻഷണൽ പെയിൻ സ്പെഷ്യലിസ്റ്റ്, രമാംബിക പോളിക്ലിനിക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷോൾഡറിലെ ഇഞ്ചുറീസും ഷോൾഡർ റിലേറ്റഡ് പെയിനാണ്. നമ്മുടെ പോളിക്ലിനിക്കിൽ ആസ് എ പെയിൻ ഫിസിഷ്യൻ ഞാനുണ്ട്, ഒരു ഓർത്തോപീഡീഷ്യൻ ഡോക്ടർ വിഷ്ണു ഉണ്ണിത്താനുണ്ട്, ഫിസിയോതെറപ്പിസ്റ്റ് ആര്യയുണ്ട്. അപ്പം ഒരു ഇൻറ്റഗ്രേറ്റഡ് തെറപ്പിയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഷോൾഡർ പാത്തോളജി ഓർ ഷോൾഡർ പെയിൻ ഒരു സിംഗിൾ കണ്ടീഷനല്ല, അത് കുറേ കണ്ടീഷൻസ് കൊണ്ട് ഷോൾഡർ പെയിൻ ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഷോൾഡർ ജോയിൻറ്റ്. ഇതിൻ്റെ അകത്ത് മെയിൻലി നമ്മുടെ കൈയിൻ്റെ എല്ല് ഹ്യൂമറസ് എന്ന് പറയും, ബാക്കിലെ എല്ല് അതിന് സ്കാപ്പുല എന്ന് പറയും. ഇതൊരു ജോയിൻ്റായിട്ട്, പിന്നെ ഒരു ക്ലാവിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ നേരെ കാണുന്ന ഈ ബോണും, പിന്നെ അതിൻ്റെ കൂടെ ഇവിടെ അക്രോണോമിയൽ, ഈ ഫ്ലാറ്റ് ബോൺ സ്കാപ്പുലയിൽ വരുന്നത്. ഇതിൻ്റെ അകത്ത് ഈ എല്ലിൻ്റെ തേയ്മാനത്തിലും വേദന വരാം, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് മേളിലുള്ള മസിൽസിൽ ഇഞ്ചുറി വന്നാലും വേദന വരാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒരു ക്യാപ്സ്യൂളുണ്ട്, ഈ ഷോൾഡർ ജോയിൻറ്റിന് മൂവ്മെൻറ്റിനും അത് സപ്പോർട്ട് ചെയ്യണം, ആ ക്യാപ്സ്യൂളിലും ഉള്ള ഇഞ്ചുറി കൊണ്ടും വേദന വരാം. അല്ലെങ്കിൽ ഷോൾഡറിന് സപ്ലൈ ചെയ്യുന്ന ഞരമ്പിൻ്റെ അതിനൊരു അമക്കം ഉണ്ടെങ്കിലും വേദന വരാം. ചിലപ്പം ക്രോണിക് പെയിനായിട്ട് കുറേ നാൾ കൊണ്ട് ഒരു ഇഞ്ചുറി വന്ന് ആ മസിലിൽ ടെൻഡനിൽ ഒരു കാൽഷ്യം ഡെപ്പോസിഷൻ അങ്ങനെ ഉണ്ടായിട്ട് അത് കയറി ഷോൾഡറിൻ്റെ മൂവ്മെൻറ്റിലും റെസ്ട്രിക്റ്റ് ചെയ്ത് അതും പെയിൻ ഉണ്ടാക്കാം. എല്ലാ ഷോൾഡർ പെയിനും ഒരു സിംഗിൾ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ അല്ല. അപ്പോൾ നമ്മളിവിടെ എല്ലാം ചെയ്യണത്, ഡയഗ്നോസ് ചെയ്യണത് ഷോൾഡറിൽ അൾട്രാസൗണ്ട് ചെയ്ത് എന്താണ് പാത്തോളജി, അതിൽ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്നിട്ടാണ് പിന്നെ MRIക്ക് വിട്ടിട്ട് കൺഫർമേഷൻ ചെയ്യണം. ഇത് ഫസ്റ്റ് ആസ് ഏർലി സ്റ്റേജിലാണെങ്കിൽ ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ ഫിസിയോതെറപ്പിസ്റ്റ് മാനേജ് ചെയ്യും. പിന്നെ പറ്റണില്ലെങ്കിൽ അത് പെയിൻ ഫിസിഷ്യൻ്റെ കയ്യിൽ ഞാനായിരിക്കും ഹാൻഡിൽ ചെയ്യണം. അതല്ലാതെ പോകണമെന്നുണ്ടെങ്കിൽ പിന്നെയാണ് നമ്മുടെ ഓർത്തോപെഡിക് സർജൻ വിഷ്ണു ഉണ്ണിത്താൻ, ഷോൾഡർ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു ഡോക്ടർ വിഷ്ണു ഉണ്ണിത്താനാണ് മാനേജ് ചെയ്യണം. ഇനി നെക്സ്റ്റ് വീഡിയോസിൽ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ പെയിൻ, ലൈക്ക് ഫ്രോസൺ ഷോൾഡർ ആയിരിക്കും നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം.